ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോഴേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് രാവിലെ ഭക്ഷണത്തിന് ഉപ്പുമാവാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഉപ്പുമാവ് റവ ഇട്ടൊന്ന് വറുക്കാൻ പോവുകയാണ്. ഇത് വറുത്ത റവയല്ല, അത് വറുത്തെടുക്കാം. കൊടിലെവിടെയെങ്കിലും വെച്ചാൽ അവിടെ ഇട്ടേക്കും. ഞാൻ കൊടിലെടുത്തോണ്ട് വരാം. ഇതൊന്ന് വറുത്തെടുക്കാം. എന്നും ചപ്പാത്തിയും ദോശയും പാലപ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇന്നിപ്പം വ്യത്യാസമായിട്ടുള്ള ഇരിക്കട്ടെ, അങ്ങ് ഉണ്ടാക്കാം. അപ്പോഴേ ഇവിടെ ഞാൻ ഇത് ചുമക്ക വറുത്ത് എടുത്തിട്ടുണ്ട്. നല്ല പൊള്ളലുണ്ട്. അപ്പം തീയൊക്കെ ഞാൻ കെടുത്തി ഇത് ഇരുന്നതിന് ചൂട് നോക്കി വരും. അപ്പം നല്ല വെള്ള കളറായത് ചെറിയൊരു ചുമപ്പ് കളറാണ്. അപ്പോൾ ഇനിയും ഇതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേ ഉപ്പുമാവിന് വേണ്ടുന്ന പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും സവാള അരിഞ്ഞെടുക്കാം. ഒരു സവാളയുടെ പകുതിയേ ഞാൻ ഇടുന്നുള്ളൂ. ഇത്തിരി സവാള എല്ലാം കൂടെ ആയാൽ അത് കുഴഞ്ഞു കിടക്കും. പിന്നെ ഞാൻ ഒരു സവാളയുടെ പകുതിയേ ഇട്ടുള്ളൂ. ബാക്കി അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇച്ചിരി കറിവേപ്പിലയൂടെ എടുത്ത് വെച്ചേക്കാം. അപ്പോഴേ ഞാൻ സവാളയും ക്യാരറ്റും കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക്, കുഞ്ഞ് പച്ചമുളകാണ്, ഇഞ്ചി, ഇവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ കടുക്, നെയ്യ്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് ഉണ്ടാക്കാൻ പോകാം. ഇപ്പോഴേ റവ വറുത്തത് ഞാൻ ഉരുളിയിൽ തന്നെ വെച്ചേക്കുന്നേ ഉള്ളൂ. അത് മാറ്റി കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഉരുളിയിലാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇടാം. ഉരുളി കടുകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഉരുളി തന്നെ വെച്ച് നമുക്ക് ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ തീ കത്തിക്കുക. പാത്രം ഒന്ന് ചൂടാകട്ടെ. അപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിക്കുകയാണ്, കുറച്ച് മാത്രം, എല്ലാം ഒന്ന് വഴലാനും മാത്രം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടട്ട് വേണമെങ്കിൽ ഒരു 2 വറ്റൽമുളക് കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. രണ്ട് വറ്റൽമുളക് കൂടെ ഇടാം, മറന്നുപോയി ഞാൻ എടുക്കാൻ. ഇപ്പോഴ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഒന്ന് വഴറ്റും. ജസ്റ്റ് ഒന്ന് ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കൂട്ടുകാരെ ഞാനിവിടെ കാണിക്കുന്നത്. വേണമെങ്കിൽ ഈ സമയം നമുക്ക് കശുവണ്ടി ഇടാം, മുന്തിരിങ്ങ ഇടാം. ഇപ്പോൾ ഇത് രണ്ടും ഇരിപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനത് ഇടുന്നില്ല. കാരണം അമ്മയ്ക്ക് കൊടുക്കണ്ടേ, അമ്മയ്ക്ക് പല്ലില്ല, കടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ കറിവേപ്പിലൊന്നും ഇടുന്നില്ല. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റാം. അതോടൊപ്പം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസൊക്കെ ആണെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ബീൻസ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ക്യാരറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് കിടന്നൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വേഗട്ടെ. തീ കൂട്ടി കൊടുക്കും. ഇപ്പോഴേ നമ്മളിട്ട ക്യാരറ്റും തക്കാളി ഇല്ല കേട്ടോ, നമ്മൾ ഇതിൻ്റെ അകത്ത് വഴറ്റാനിട്ടിരിക്കുന്ന ക്യാരറ്റും സവാളയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതങ്ങ് മൊരിയണ്ട, വഴന്ന് വന്നാൽ മതി. ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേ നമുക്ക് വെള്ളം ചേർക്കണം. ഞാൻ 1 കപ്പ് റവയാണ് ഇവിടെ വറുത്തിരിക്കുന്നത്. അതിന് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും ഞാൻ 1/2 കപ്പ് വെള്ളം കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ ഇതിവിടെ ഇരുന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. ഈ തിളയ്ക്കുന്നതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് മറക്കാതെ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പം കുറച്ച് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായി തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേ ഇനിയും നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രിഡ്ജ് വെക്കുന്നതുകൊണ്ട് നല്ല ഉറഞ്ഞ പോലെ ഇരിക്കുകയാണ്. സാരമില്ല. അപ്പോഴേ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴേ ഈ വെള്ളത്തിലോട്ടാണ് ഞാൻ നെയ്യ് ഇട്ടത്. ഒന്ന് പതുക്കി ഒന്ന് ഇളക്കാം, എല്ലായിടവും ആകട്ടെ. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് റവയൂടെ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന റവയൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴിവിടെ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ റവ ഇട്ട് കൊടുക്കുകയാണ്.
റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടും വെള്ളം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയാക്കി വെക്കുകയാണ് ഞാനിപ്പോൾ. ഇതൊന്നെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഉപ്പുമാവ് ഒന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ഇനി ഒരു 3-4 മിനിറ്റ് നേരെ ഇരുന്ന് വേകണം. അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഈ പഞ്ചസാരയോട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണിന് 1/2 ടീസ്പൂണ് പഞ്ചസാര, ഒരു ടേസ്റ്റിന് മാത്രം. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി, അടി പിടിക്കാതെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടെ തല്ലിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇത് ചെറിയ തീയിലിരുന്ന് 4-5 മിനിറ്റ് നേരം ഇരുന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ട് വെന്തോന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് വെന്തില്ല എങ്കിൽ പിന്നെ വേവിക്കാം. അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഞാൻ തയ്യാറാക്കുന്നു ഇന്നത്തെ അതാണ് കാണിക്കുന്നത്. ഉപ്പുമാവിന് ഞാൻ സ്വല്പം തേങ്ങയുടെ ഇടുക പതിവുണ്ട്. വളരെ കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. ഇവിടെ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഉപ്പുമാവ് എന്തായെന്ന് നോക്കട്ടെ. ആദ്യമേ ഒന്ന് വെന്തോന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ ഇതിലേക്ക് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴേ തേങ്ങ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. നല്ല ഒന്നേ തൊടാത്ത ഉപ്പുമാവ്. എനിക്ക് ഈ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമാണ്, പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മയുടെ താല്പര്യപ്രകാരമാണ് ഞാൻ ഈ ഒന്നേ തൊടാത്ത ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരു ചായയോടെ എത്തണം. ഉപ്പുമാവ് ഉണ്ട്, പഴവിരിപ്പുണ്ട്. അപ്പം ഇത് കൂട്ടി ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ചായയൊക്കെ അനത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടുകാരെ. പിന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.